മാറി നിക്ക ഒതുങ്ങി നിക്ക മാറിക്കെ ആ अपम्मा ये मोटाकारी अंगले चांद बस जाऊंगे ഞങ്ങൾക്ക് ഈ കോളനി ഒന്ന് സെർച്ച് ചെയ്യണം. എന്താണാവോ കാര്യം? അതുമാത്രമല്ല, ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിലെ വിശേഷ ദിവസമാണ്. അതുകൂടാതെ ഈ കോളനിയിൽ പോലീസ് വരുന്നത് ആദ്യമായിട്ടാണ്. അറിയാം, പക്ഷെ ഞങ്ങൾക്ക് സെർച്ച് ചെയ്തേ പറ്റൂ. ഈ ബാലു എവിടെ പോയത്? ബാലുഹത്തെ ആരെയും വിളിക്കണമെന്നില്ല. എല്ലാരും അല്പനേരത്തേക്ക് ഞങ്ങളോട് സഹകരിക്കണം. എന്റെ തിരുമല ദേവ, നീ ഞങ്ങളോട് കോപിച്ചിരിക്കുകയാണോ? അപ്പൊ ഇതിനെ പെട്ടെന്ന് അവിടുന്ന് മാറ്റണം. എങ്ങോട്ടാ? റൈഡ് കഴിയുന്നവരെ ഇവിടെ തന്നെ നിന്നാ മതി. ആരും വീടുകളിലേക്ക് പോകാൻ പാടുള്ളതല്ല. നിങ്ങൾ അവിടെ നോക്ക. ഒന്ന് പുറത്തിറങ്ങുന്നേ. ഇന്ദു, വാട്ട് പ്ലസന്റ് സർപ്രൈസ്. എന്താന്ന് പറഞ്ഞത്? ഇഫ് യു ക്യാൻ ഫൈൻഡ് ഇറ്റ്. യെസ്, ഞാൻ കണ്ടെത്തി. ഐ ഫൈൻഡഡ് ഇറ്റ്. തൃപ്രയാർ അപ്പനാണ്. ഇന്ന് കാലത്തുകൂടി ഓർത്തതേ ഉള്ളൂ. അന്ന് കണ്ട പിന്നെ പുറംതിരിഞ്ഞ് കിടക്കുന്ന ഏത് പെണ്ണിനെ കണ്ടാലും അത് ഇന്ദുവാണെന്ന് എനിക്ക് തോന്നുന്നു. ഓടിച്ചെന്ന് മുഖം കണ്ടാലേ മനസമാധാനം ആവുള്ളൂ. ഇതാരാ? എന്റെ സിസ്റ്ററാ. എന്താ നെയിംസ്? സിന്ധു. ആ വരൂ, മാഡത്തിന് പരിചയപ്പെടുത്തരാം. വരൂന്നേ, കമാൺ പ്ലീസ്. മാഡം, മീറ്റ് മിസ് ഇന്ദു. ഒരു ഫ്രീ ജേർണലിസ്റ്റ് ആണ്. അല്ല, ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ആണ്. ഇത് ഇന്ദുവിന്റെ അനിയത്തി ബിന്ദു. ഐ ആം ഇന്ദു, ഷീ ഈസ് സിന്ധു. ഹലോ. മാഡത്തിന് വേണമെങ്കിൽ തൽക്കാലം ഇന്ദുവിന്റെ വീട്ടിൽ റെസ്റ്റ് എടുക്കാം. കമോൺ മാഡം. ഓക്കേ. ഒന്ന് നിന്നേ. നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞൂടെ? പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ പോലും പോലീസുകാർ കയറി പരിശോധിക്കുന്നു. പരിചയമുള്ളവർക്ക് രണ്ടിടി കൂടുന്ന പോലീസിന്റെ നിയമം അല്ലേ സാറേ? അവർ പരിശോധിക്കുക മാത്രമേ ഉള്ളൂ, ഒരു ഉപദ്രവം ചെയ്യില്ല. കുറ്റവാളികളെ കണ്ടാൽ അറസ്റ്റ് ചെയ്യും, അത്രമാത്രം. കമോൺ മാഡം, വരൂ ഇന്ദു. ഈശ്വര, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇവിടെ വെച്ച് അവരെങ്ങാനും അവനെ കണ്ടാ? എന്ത്? അവര് കണ്ടാ നമ്മളല്ല ഉണ്ട തിന്നുന്നു. സിന്ധു അകത്തോട്ട് പോയ പോലീസ് ശ്രദ്ധിക്കില്ല. അവനെയും കൂട്ടി പുറയിലത്തെ വാതിലൂടെ വെളിയിൽ പോണം. ഹലോ, കൺട്രോൾ റൂം. AC ജനാർദ്ദൻ എടുക്കും. യെസ്, കമ്മീഷണർ ഹിയർ. നമ്പർ 4 ഫ്ലൈയിങ് സ്ക്വാഡിനെ വിളിച്ച് നിങ്ങൾ എത്രയും വേഗം MG റോഡിലുള്ള കൊങ്ങണി കോളനിയിൽ എത്തണം. അറിയാം. എങ്ങോട്ടാ? ചുമ്മാ അകത്തേക്ക്. സോറി, പോറ്റിയുടെ പരിചയക്കാരാന്നുള്ളത് ശരി തന്നെ. പക്ഷേ ഈ കോളനിയിലുള്ള വീടായതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെയും പരിശോധിച്ചേ തീരൂ. അതുവരെ അകത്തേക്കാരും കടക്കരുത്. ഗോ ആൻഡ് സെർച്ച്. സോറി സാർ, ഇനി ഇതിനടിയിലുണ്ടോ? ആ മുറി ഉറപ്പ് സാർ, അതിനകത്ത് ആരുണ്ട്? ആരുമില്ല. സോറി, എന്റെ മൂക്ക് പോറി. ആ ഏറിയതോ? അടി നോക്ക്. മുകളിലില്ല. അടി നോക്കിയതാ. അതിന്റെ അടി നോക്കണോ? ഓ, അത് ശരി. ഈ വീടൊരു ശ്രീകോവിൽ പോലെ പരിശുദ്ധമാണ് മാഡം. സംശയിച്ച് തെറ്റായിപ്പോയി. എവിടെ ഇന്ദു? സോറി ഫോർ ദി ഡിസ്റ്റർബൻസ്. ലെറ്റ്സ് ഗോ. എന്റെ സ്വപ്നത്തെ കസവണിയിച്ച സുന്ദരി. അയ്യോ, ഇവൻ ഇതെവിടെ പോയി? അവൻ രക്ഷപ്പെട്ടു കാണും. ഇധർക്കെ ലോക ബോംബ് വാലാ സെ ബഹുത് ബടാ ചോർ ഹൈ ना पिताजी? वो तो ठीक है बेटा, लेकिन तुम उसको कैसा भी पकड़ना. നീ മുറി പൂട്ടിയിരുന്നില്ലേ? ആ, ഞാൻ പൂട്ടിയിരുന്നു. ഇല്ല, അവൻ രക്ഷപ്പെടാൻ പാടില്ല.
മോളെ നമ്മുടെ എല്ലാ പ്ലാനിങ്ങും പൊളിഞ്ഞു. എന്തിനായിരുന്നു അങ്ക ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്? ചേച്ചി വിഷമിക്കരുത്. നിന്നോടല്ലേ നോക്കിക്കോളാൻ പറഞ്ഞത്? ഞാൻ ഇനി എന്ത് ചെയ്യും? പിന്നെ നമ്മള് അവൻ രക്ഷപ്പെട്ട സ്ഥിതിക്ക് ഇനി ഇവിടെ നിൽക്കുന്ന ആപത്താണ്. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ വിടണം. പേടിക്കണ്ട, ഞാൻ രക്ഷപ്പെട്ടതല്ല. അവരെ ഫോൺ ചെയ്ത് വരുത്തിയത് ഞാനാ. പക്ഷെ എന്തോ ഒറ്റുകൊടുക്കാൻ തോന്നിയില്ല. പൂമനശ്ശേരി കോവിലകത്തെ ഇന്ദു തമ്പുരാട്ടി അല്ലേ? എല്ലാം ഞാൻ അറിഞ്ഞു. പക്ഷെ എനിക്ക് അറിയണം ഇനി പലതും. നോ, ഒന്നും നീ അറിയണ്ട. കഥ കേൾപ്പിക്കാനല്ല, കൊല്ല ചെയ്യാനാ ഞാൻ കൊണ്ടുവന്നത്. നിന്നെയും നിന്റെ കുടുംബത്തെയും നാമാവശേഷമാക്കി ഞാൻ അടങ്ങുള്ളൂ. എന്താ മോളെ ഇത്? എന്താ മനസ്സലിഞ്ഞു പോയോ? ചോര കണ്ട പകയ്ക്കരുത്, കണ്ണീര് കണ്ട പതരരുതെന്ന് അങ്ങനെ തന്നെയല്ലേ ഉപദേശിച്ചത്? ശത്രു ഇവൻ. ബന്ധം പറഞ്ഞ് സ്നേഹം കൂടാൻ നോക്കുക. ഒരു സെന്റിമെന്റ്സ് നമുക്ക് വേണ്ട. ഒന്നുകിൽ ഇവരെ കൊല്ലണം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇവനെ ഇവിടുന്ന് മാറ്റണം. മാറ്റാം, ഇന്ന് രാത്രി തന്നെ മാറ്റാം. എന്റെ ഗുരുവായൂരപ്പ, എന്റെ കുഞ്ഞിനെ അവരെന്ത് ചെയ്തോ ആവോ, എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. മന്ത്രിമാരെയും കളക്ടർമാരെയും പോലീസുകാരെയും എല്ലാം നിലയ്ക്ക് നിർത്തുന്നവനാ മുകുന്ദ മുതലാളി എന്ന് പറയാറുണ്ടല്ലോ. ഏതോ ഒരു പെണ്ണ് വന്ന് സ്വന്തം മോനെ തട്ടിക്കൊണ്ടു പോയിട്ട് എന്തെങ്കിലും ഒരു തുമ്പുണ്ടാക്കാൻ കഴിഞ്ഞോ നിങ്ങൾക്ക്? നീ ഒന്ന് അടങ്ങന്റെ തങ്കമ്മേ. ഇങ്ങനെ നിലവിളിച്ചിട്ട് എന്താ കാര്യം? നിനക്ക് എന്റെ വിഷമം അറിയില്ല. നഷ്ടപ്പെട്ട ഫയലുകളുടെ കാര്യം ഓർക്കുമ്പോഴാ. ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യൻ? സ്വന്തം മോനെക്കാളും വലുതാ അങ്ങയുടെ ഒരു ഫയല്. എടി മൂദേവി, അവൻ എന്റെ മോനാ. അവരെവിടെ ഒളിപ്പിച്ചാലും എന്റെ കൃഷ്ണമോൻ പുറത്തു വരും, എനിക്ക് ഉറപ്പാ. പക്ഷെ ആ ഫയലുകളുടെ വില നിനക്കറിയാവോ? ഇതുവരെയുള്ള എന്റെ എല്ലാ രഹസ്യങ്ങളും കൊലയോടെ അവൾ നടത്തിക്കൊണ്ടു പോയത്. എന്റെ ഭഗവാനെ, ആ ഫയൽ എങ്ങാനും പുറത്തായാൽ ജീവിതാവസാനം വരെ നമുക്ക് ഉണ്ടതിന്ന് ജീവിക്കാം, അല്ലേടാ? നമ്മളെ തകർക്കാൻ വേണ്ടി ആ കാട്ടുപുരക്കിനിറക്കിയ തുറുപ്പുചീട്ടവള്. ഞാൻ മുകുന്ദ മുതലാളിയാ. ആരാ? മുതലാളി ഉറങ്ങിയില്ലല്ലേ? ആ, ഉറങ്ങാ പിന്നെ സംസാരിക്കൂ. മുകുന്ദ മുതലാളിക്ക് ഇനി ഉറങ്ങാൻ കഴിയില്ല. തന്നെ ഞാൻ അതിന് സമ്മതിക്കില്ല. ആരാടി നീ? നിന്റെ കാലൻ. മനസ്സിലായില്ലല്ലേ? ഞാനാടോ ഡ്യൂപ്ലിക്കേറ്റ് ശ്രീദേവി IPS. പട്ടി കഴിവേറി മോളെ, നിന്നെ എന്റെ കിട്ടിയ വലിച്ചു കീറി പട്ടിക്കിട്ട് കൊടുക്കും ഞാൻ. സത്യം പറ, ആരാ നീ? ആരാ നിന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത്? പറയടി. നിനക്ക് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഞാൻ തരാം. പക്ഷെ എന്റെ ഫയലുകൾ നീ തിരിച്ചു തരണം, എന്റെ മോനെയും. നിനക്കെല്ലാം ഞാൻ തിരിച്ചു തരും, പക്ഷേ നിന്റെ മരണശേഷം മാത്രം. ആ ദിവസത്തിന് വേണ്ടി നീ കാത്തിരുന്നു. മിസ്റ്റർ മുകുന്ദൻ, നിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുന്നു. ഗുഡ് നൈറ്റ്.